ഹായ് നമ്മുടെ 6ാം ക്ലാസ് ഞാൻ നാളത്തെ മാത്സിന്റെ പരീക്ഷയിൽ 100% നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മാഷ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് ആ ചോദ്യം എന്താ നോക്കാം. വേറെ ഒന്നുമല്ല, ഇതുപോലൊരു ടേബിൾ തന്നിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പൂരിപ്പിക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. അതിലുള്ള ഹെഡിങ്ങൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക എന്നറിയോ? നമ്പർ, സംഖ്യ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ആ നമ്പറിന്റെ അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങൾ, പ്രോഡക്ട്സ് ഓഫ് പ്രൈം നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അതുപോലെ അടുത്ത ഹെഡിങ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, പ്രോഡക്ട്സ് ഓഫ് പ്രൈം നമ്പർ തന്നിട്ട് അതിൽ നിന്ന് ഘടകങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഭാഗം ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 ഹെഡിങ്ങുകളുള്ള ഒരു ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഇതിൽ ചില ഭാഗങ്ങൾ തന്നിട്ടുണ്ടായിരിക്കില്ല, ആ ഭാഗങ്ങളൊക്കെ പൂരിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. അപ്പൊ ഈ ചോദ്യം എന്തായാലും നാളത്തെ എക്സാമിന് ഉണ്ടായിരിക്കും. ഇത് അഥവാ അത് ടേബിളായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് തന്നെ ചോദിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്തായാലും എന്താണ്, ഒരു നമ്പറിന്റെ അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങൾ, പ്രോഡക്ട്സ് ഓഫ് പ്രൈം നമ്പർ തന്നിട്ട് അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം ഒരു 15 എന്നുള്ള നമ്പർ തന്നിട്ടുണ്ട് ഇവിടെ. ഈ 15 എന്നുള്ള നമ്പർ ഒരു പ്രൈം നമ്പർ അല്ല, പക്ഷെ അതിന് പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 ഒരു പ്രൈം നമ്പർ ആണ്, 5 ഒരു പ്രൈം നമ്പർ ആണ്. 3 5 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ 15 ആണ്. അങ്ങനെ പ്രൈം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്താ 15 എന്നുള്ള നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു നമ്പറിന്റെ പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ എഴുതുന്നതാണ് എന്ത്, അതിന്റെ അഭാജ്യ സംഖ്യകളുടെ ഗുണിതം, പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ. സിമ്പിൾ ആണ് അല്ലേ? പ്രൈം നമ്പർ എന്താ അറിയാത്ത ആരെങ്കിലും ഉണ്ട്? എന്താണ് പ്രൈം നമ്പർ? ഒരു നമ്പറിനെ അതുകൊണ്ടും ഒന്നുകൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആണ് അല്ലേ? 2നെ 1 കൊണ്ട് 2 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ഏത് നമ്പറും ഡിവൈഡ് ചെയ്താലും പോയിന്റ് റിമൈൻഡർ വരും. അപ്പൊ അതുകൊണ്ട് 2 ഒരു പ്രൈം നമ്പർ ആണ്. 3നും അതേപോലെ തന്നെയാണ്. 4 ഒരു പ്രൈം നമ്പർ ആണോ? 4 ഒരു പ്രൈം നമ്പർ അല്ല. എന്തുകൊണ്ടാണ്? 4നെ 1 കൊണ്ടും 4 കൊണ്ടും അല്ലാതെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ 9 ഒരു പ്രൈം നമ്പർ ആണോ? 9 ഒരു പ്രൈം നമ്പർ അല്ല. കാരണം എന്താ, 9നെ 1 കൊണ്ടും 9 കൊണ്ടും അല്ലാതെ 3 കൊണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 1 കൊണ്ടും അതേ നമ്പർ കൊണ്ട് മാത്രം, അങ്ങനെ 2 നമ്പർ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് വിളിക്കുക. ബാക്കിയുള്ളൊന്നും എന്താ, പ്രൈം നമ്പറുകളല്ല. അപ്പൊ പ്രൈം നമ്പറുകൾ ഏതൊക്കെയാണ്? 2 ഒരു പ്രൈം നമ്പർ ആണ്. ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, 1 ഒരു പ്രൈം നമ്പർ ആണോ എന്ന്. 1 ഒരു പ്രൈം നമ്പർ അല്ല കേട്ടോ, ആ കാര്യം പ്രത്യേകം ആലോചിക്കാം. 2 പ്രൈം നമ്പർ ആണ്, 3 പ്രൈം നമ്പർ ആണ്, 5 പ്രൈം നമ്പർ ആണ്, അത് കഴിഞ്ഞാൽ 7 പ്രൈം നമ്പർ ആണ്, അത് കഴിഞ്ഞാൽ 11 പ്രൈം നമ്പർ ആണ്. അങ്ങനെയാണ് പ്രൈം നമ്പറുകൾ ഇങ്ങനെ പോവുക. 3 5 പ്രൈം നമ്പർ ആണ്. അങ്ങനെ പ്രൈം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ 15 എഴുതി. അങ്ങനെ ഒരു നമ്പറിന്റെ പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ എഴുതുന്നതാണ് അതിന്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങൾ. പ്രൈം നമ്പറിന്റെ മലയാളമാണ് എന്ത്? അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യയുടെ ഗുണിതങ്ങളായിട്ട് ഒരു നമ്പറിനെ എഴുതി, അതാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഇങ്ങനെ അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങൾ, പ്രോഡക്ട്സ് ഓഫ് പ്രൈം നമ്പർ തന്നിട്ട് അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സിമ്പിളാ. നമ്മൾ നോക്കിയേ, 15ന്റെ പ്രോഡക്ട്സ് ഓഫ് പ്രൈം നമ്പർ എന്താ? 15ന്റെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ 3 × 5 ആണ്. അതിന് പ്രൈം നമ്പറിന്റെ ഗുണിതങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയോ? അതിൽ ഒരേപോലുള്ള നമ്പറുകൾ എത്ര ഉണ്ട് നോക്കാം. ഇതിൽ ഏതൊക്കെ നമ്പറുകൾ ഉണ്ട്? 3 എന്നുള്ള നമ്പറും ഉണ്ട്, 5 എന്നുള്ള നമ്പറും ഉണ്ട്. എത്ര എണ്ണം വീതമാണുള്ളത്? 3 എന്നുള്ള നമ്പർ ഒറ്റ ഒന്ന്, 5 എന്നുള്ള നമ്പർ ഒറ്റ ഒന്ന്. അങ്ങനെ പ്രൈം നമ്പറുകളെ മൾട്ടിപ്ലിക്കേഷൻ ആ പ്രൈം നമ്പറുകൾ എത്ര പ്രാവശ്യം അതിലുണ്ട് നോക്കാം. ഇതിൽ 3 എന്നുള്ള പ്രൈം നമ്പറും 5 എന്നുള്ള പ്രൈം നമ്പറും ഉള്ളൂ, ഓരോന്ന് വീതമേ ഉള്ളൂ അല്ലേ? അങ്ങനെ അതിന്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി സിമ്പിളാ. എന്ത് ചെയ്താൽ മതി എന്നറിയോ? അതിന്റെ എണ്ണത്തിലോട്ട് 1 കൂട്ടുക. ഇവിടെ പ്രൈം നമ്പറുകൾ എത്ര ഉള്ളത്? 3 എന്നുള്ള പ്രൈം നമ്പർ ഒറ്റ ഒന്നേ ഉള്ളൂ, അപ്പൊ അത് ഒറ്റ ഒന്ന്. 5 എന്നുള്ള പ്രൈം നമ്പർ ഒറ്റ ഒന്നുള്ളൂ, ഒറ്റ ഒന്ന്. അപ്പൊ അതിന്റെ എണ്ണം എന്താ? 1 ആണല്ലേ? ആ 1ലോട്ട് 1 കൂട്ടുക. അതിന്റെ പ്രൈം നമ്പറിന്റെ എണ്ണത്തിലോട്ട് എന്ത് ചെയ്താൽ മതി? 1 കൂട്ടുക. 3ന്റെ എണ്ണം ഒറ്റ ഒന്നാണ്, അതിലോട്ട് 1 കൂട്ടുക. 5ന്റെ എണ്ണം ഒറ്റ ഒന്നാണ്, അതിലോട്ട് 1 കൂട്ടുക. അങ്ങനെ പ്രൈം നമ്പറുകളെ എണ്ണം എടുത്തിട്ട് അതിലോട്ട് 1 കൂട്ടുക. അതിലോട്ട് 1 കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടുമല്ലോ. 3ന്റെ എണ്ണം ഒറ്റ ഒന്നേ ഉള്ളൂ, 1ലോട്ട് 1 കൂട്ടിയാൽ 2. 5 എത്ര ഉണ്ട്? ഇതിൽ ഒറ്റ ഒന്നേ ഉള്ളൂ, അപ്പൊ 1ലോട്ട് 1 കൂട്ടിയാൽ 2. അതിന്റെ എണ്ണത്തിലോട്ട് 1 കൂട്ടുക. അപ്പൊ എണ്ണത്തിലോട്ട് 1 കൂട്ടിയാൽ നമുക്ക് ഉത്തരങ്ങൾ കിട്ടുമല്ലോ. ആ ഉത്തരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണോ കിട്ടുക, അത്രയും ഫാക്ടേഴ്സ് ആണ് ആ നമ്പറിനുള്ളത്. അപ്പൊ 15ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ, അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങൾ എഴുതി. ആ അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങളിൽ പ്രൈം നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ ഒരേപോലെ നമ്പർ എത്ര ഉണ്ട് നോക്കി. ഇവിടെ 3 എന്നുള്ള നമ്പറും ഉണ്ട്, 5 എന്നുള്ള നമ്പറും ഉണ്ട്, ഓരോന്ന് വീതമുള്ളൂ. അപ്പൊ ഒരേപോലെ നമ്പറിന്റെ എണ്ണം എടുത്തു, അതിലോട്ട് 1 കൂട്ടി, എന്നിട്ട് കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട്? 3 എന്നുള്ള നമ്പറും ഉണ്ട്, 5 എന്നുള്ള നമ്പറും ഉണ്ട്. 3 എന്നുള്ള നമ്പർ ഒറ്റ ഒന്ന്, അപ്പൊ 1ലോട്ട് 1 കൂട്ടിയത് 2. 5 എന്നുള്ള നമ്പർ ഒറ്റ ഒന്ന്, അപ്പോൾ 1ലോട്ട് 1 കൂട്ടിയത് 2. അങ്ങനെ അതിന്റെ എണ്ണത്തിലോട്ട് 1 കൂട്ടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എണ്ണം കിട്ടും. ഒന്നും കൂടെ നോക്കാം. 21 എന്നുള്ള നമ്പർ,
21 എന്നുള്ള നമ്പറിനെ പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ എങ്ങനെ എഴുതാം? 3 × 7 21 ആണ്. 3 പ്രൈം നമ്പർ ആണ്, 7 പ്രൈം നമ്പർ ആണ്. ഇനി ഒരു നമ്പറിന്റെ പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ എഴുതാൻ അറിയില്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് ലൈവിൽ പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ ഒരു വലിയ നമ്പറൊക്കെ തരും, അതിന്റെ പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ, അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഓഫ് പ്രൈം നമ്പർ എഴുതാൻ വേണ്ടി പറയാൻ ബുദ്ധിമുട്ട് നമ്മൾ. അപ്പോൾ അതെങ്ങനെ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ പഠിക്കുന്നുണ്ട്. ലൈവിലോട്ട് വരണേ. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് ലൈവ്, പ്രധാനപ്പെട്ട ലൈവാണ്. എന്തായാലും ഈ പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് എന്തായാലും പെട്ടെന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ 21നെ 3 × 7 എഴുതാൻ വേണ്ടി പറ്റും. 3 പ്രൈം നമ്പർ ആണ്, 7 പ്രൈം നമ്പർ ആണ്. അങ്ങനെ ഇത് 2 പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ നമ്മൾ 21നെ എഴുതി. 3 × 7 എന്താണ്? 21 ആണ് അല്ലേ? അപ്പോൾ അതിന്റെ പ്രൈം നമ്പറുകളെ മൾട്ടിപ്ലിക്കേഷൻ ഇതാണ്. ഇതിൽ ഒരേപോലുള്ള നമ്പറിന് എണ്ണം എടുക്കുക. ഇതിൽ ഏതൊക്കെ നമ്പറുകളാണുള്ളത്? 3 ഉണ്ട്, 7 ഉണ്ട്. എത്ര 3 ആണുള്ളത്? ഒറ്റ 3 ഉള്ളൂ. അപ്പോൾ 1 1 കൂട്ടിയാൽ 2. എത്ര 7 ആണുള്ളത്? ഒറ്റ ഒന്നുള്ളൂ. അതിന്റെ എണ്ണം എത്ര? 1 ആണ്. അപ്പോൾ എണ്ണത്തിലോട്ട് 1 കൂട്ടുക. എത്ര ഉള്ളത്? 1. 1 1 കൂട്ടിയാൽ 2. അപ്പോൾ ഇതിന്റെ എണ്ണം 1 1 1 കൂട്ടിയാൽ 2. ഇതിന്റെ എണ്ണം 1 1 1 കൂട്ടിയാൽ 2. അപ്പോൾ രണ്ടിന്റെയും എണ്ണത്തിലോട്ട് 1 കൂട്ടി ഇനി കിട്ടിയ ഉത്തരങ്ങൾ എന്ത് ചെയ്താൽ മതി? 2 2 മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. 4 ഫാക്ടേഴ്സ് ആണ് 21 എന്നുള്ള നമ്പറിനുള്ളത്. അങ്ങനെയെങ്കിൽ അടുത്തത് 24 എന്നുള്ള നമ്പർ എടുക്കാം. 24 എന്നുള്ള നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഇത് 2 × 2 × 2 × 3 ആണ്. 2 × 2 4, 4 × 2 8, 8 × 3 24. അങ്ങനെ എന്ത് പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ 24 എഴുതി. അപ്പോൾ അതിന് പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടി. അങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രൈം നമ്പറിന്റെ എണ്ണം എഴുതാൻ സിമ്പിളാ. 24 പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 2 × 2 × 2 × 3 അല്ലേ? അതിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം കാണാൻ പ്രൈം ഫാക്ടറൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫാക്ടേഴ്സിന്റെ എണ്ണം, ഘടകങ്ങളുടെ എണ്ണം കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? അതിൽ ഒരേപോലെ നമ്പർ എണ്ണം എടുക്കും. ഇത് എത്ര രണ്ടുകളുണ്ട്? 1 2 3 3 രണ്ടുകളുണ്ട്. ഒരേപോലെ നമ്പറിന്റെ എണ്ണം എടുത്തു. പിന്നെ ഇതിൽ എന്താ വേറെ ഉള്ളത്? 3കളുണ്ട്. എത്ര 3കളുണ്ട്? ഒരൊറ്റ 3 ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരേപോലുള്ള നമ്പറിന്റെ എണ്ണം നമ്മൾ എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരേപോലെ നമ്പറിന്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ആ എണ്ണത്തിലോട്ട് 1 കൂട്ടുക, ആ എണ്ണത്തിലോട്ട് 1 കൂട്ടുക. 3 1 കൂട്ടി കഴിഞ്ഞാൽ 4, 1 1 കൂട്ടി കഴിഞ്ഞാൽ 2. ഈ എണ്ണത്തിലോട്ട് 1 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരങ്ങൾ ഉണ്ടല്ലോ, അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? അത്രയും ഫാക്ടേഴ്സ് ആണ് നമ്പറിനുള്ളത്. 24ന് 8 ഫാക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ ഇതിൽ രണ്ടുകളുണ്ട്. എത്ര ഉള്ളത്? 3 ഉള്ളത്. 3 1 കൂട്ടിയാൽ 4. 3കളുണ്ട്. എത്ര ഉള്ളത്? ഒറ്റ ഒന്നുള്ളൂ. 1 1 കൂട്ടിയാൽ 2. ആ 4 2 മൾട്ടിപ്ലൈ ചെയ്താൽ 8 ഫാക്ടേഴ്സ് ആണ് എന്തിനുള്ളത്? 24നുള്ളത്. സിമ്പിളാണ്. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം. 40ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 × 2 × 2 × 5 2 × 2 4, 4 × 2 8, 8 × 5 40. പ്രൈം നമ്പറുകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ 40 എന്നുള്ള നമ്പർ കിട്ടുന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ അല്ലേ? അപ്പോൾ 40ന്റെ പ്രൈം നമ്പറുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത രൂപത്തിൽ എഴുതി കഴിഞ്ഞു. ഇനി അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, എത്ര ഘടകങ്ങൾ ഉണ്ട് നമുക്ക് തന്നിട്ടില്ല. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? എങ്ങനെ നോക്കുക? ഇതിൽ എത്ര 3കളുണ്ട് നോക്കുക, എത്ര 2കളുണ്ട് നോക്കുക. ഇവിടെ എന്താണ്? ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ 2കളും 5കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2കൾ എത്ര ഉണ്ട്? 3 2കളുള്ളത്. 5കൾ എത്ര ഉള്ളത്? ഒരൊറ്റ 5കളുള്ളത് അല്ലേ? 2കൾ 3 ഉണ്ട്, 5കൾ ഒറ്റ ഒന്നാളത്. അപ്പോൾ അതിന്റെ എണ്ണം നമ്മൾ എടുത്തു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ എണ്ണത്തിലോട്ട് 1 കൂട്ടണം. 3ലോട്ട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. 1ലോട്ട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. അപ്പോൾ അതിന്റെ എണ്ണത്തിലോട്ട് 1 കൂട്ടിയ നമ്പറുകൾ നമ്മൾ എടുത്തു. എണ്ണത്തിലോട്ട് 1 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ ഉത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് എന്താണ്? ഉത്തരം കിട്ടുന്നത് അത്രയും ഫാക്ടേഴ്സ് ആണ് ആ നമ്പറിനുള്ളത്. 40നും 8 ഫാക്ടേഴ്സ് ആണുള്ളത്, 8 ഘടകങ്ങളാണുള്ളത്. അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ്, എന്താണ് ഘടകങ്ങൾ എന്നൊക്കെ ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരിക്കില്ലേ? ഘടകങ്ങളെല്ലാം എടുത്ത് എഴുതാനും ചോദ്യം എക്സാമിന് വരും. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ പഠിക്കാം. അതിൻ്റെ കൂടെ ഈ 48 എന്നുള്ള നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷനും അതുപോലെ തന്നെ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, എത്ര ഘടകങ്ങളുണ്ട് എന്നും കണ്ടെത്താൻ അറിയുന്നവരുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് പെട്ടെന്ന് ഈ വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ ഇടാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാനൊക്കെ നമുക്ക് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് ആരും മിസ്സാക്കാതിരിക്കുക. നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം 7 മണിക്കുള്ള ലൈവിൽ കാണാം. എല്ലാവരും കൃത്യമായിട്ട് എത്തുക. എക്സാമിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ആ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ലൈവിൽ കാണാം. ബൈ ബൈ.